ജീവിതത്തിൽ നമുക്ക് കൃത്യമായി അനുഭവപ്പെടുന്നതും ആ ചരിത്രത്തിന് പിന്നിൽ പ്രബോധനമായിരുന്നു, ദഅവത്തായിരുന്നു ആ ചരിത്രം നമ്മളോട് പറയുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഈ ഭൂമിയിലേക്ക് വന്നു. അള്ളാഹു തിരിച്ചു വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകേണ്ടവരുമാണ്. പക്ഷേ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും എന്താണ്, അള്ളാഹു ഇതുകൊണ്ടുള്ള ഉദ്ദേശിച്ചത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങലാണ് കൃത്യമായ ബുദ്ധിപരമായ നീക്കം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. ജീവിതത്തിന്റെ ഷുഗലുകളിൽപ്പെട്ട് തിരക്കുകളിൽപ്പെട്ട് പലപ്പോഴും ഈ ലക്ഷ്യബോധം മറന്നുകൊണ്ട് അവസാനം വരെ ഓടി എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും എന്തായാലും എൻ്റെ ഉത്തരവാദിത്വമെന്നും തിരിച്ചറിയാതെ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ അതായിരിക്കും വലിയ ദൗർഭാഗ്യം എന്നുള്ളത്. നമുക്ക് ബന്ധങ്ങളായിരിക്കും ഒരുപക്ഷെ ഇതിനൊക്കെ കാരണം, മക്കളായിരിക്കും, കുടുംബമായിരിക്കും, സുഹൃത്ത് വലയങ്ങളായിരിക്കും. ആ രീതിയിൽ ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കിൽപ്പെട്ട് അള്ളാഹു നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾ വിസ്മരിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ നഷ്ടമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവേണ്ടത്. ഈ വന്ന ബന്ധങ്ങളൊക്കെ ഒന്നുകിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിയും, അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപിരിയും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ കിട്ടിയ ജ്ഞാനത്തിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നുള്ളത് അറിയുമ്പോൾ കൃത്യമായി നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ലക്ഷ്യവും എന്തിനാണ്, എന്താണ് നമുക്കുള്ള ദൗത്യവും എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ പരമാവധി ശ്രമിക്കും എന്നുള്ളത്. ഖുർആൻ സൂചിപ്പിച്ചു നമ്മുടെ മരണവും ജീവിതവും എന്തിനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും നൽകിയത് ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്താണ് നല്ല പ്രവർത്തനം എന്നുള്ളതും വിശുദ്ധ സൂചിപ്പിച്ചെടുത്ത് ഏറ്റവും കൃത്യമായി വിശുദ്ധ സൂചിപ്പിക്കുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നുള്ളത് പറയുമ്പോൾ എന്താണ് നല്ല പ്രവർത്തനം എന്നുള്ളത് ഖുർആൻ നമുക്ക് വിവരിച്ചു തരുമ്പോൾ ആ കാര്യത്തിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ പല രീതിയിലുള്ള ആശങ്കയിലാണ്. ദീനിനോടും ഈമാനിനോടും ഇസ്ലാമിനോടൊക്കെ നമുക്ക് താല്പര്യമാണ്. പക്ഷേ ചുറ്റുപാട് നടക്കുന്നത് വളരെ രീതിയിൽ നമുക്ക് വിഷമിപ്പിക്കുന്ന രീതിയിലാണ്. നമ്മളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോഴും, നമ്മുടെ മക്കളുടെയും മറ്റും ദീനി കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. നമ്മുടെ അയൽവാസികളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും അവസ്ഥ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിനുള്ള പ്രതിവിധി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഈ കർമ്മത്തിന്റെ ഗൗരവവും ഈ കർമ്മത്തിന്റെ പ്രാധാന്യവും നമുക്ക് ബോധ്യപ്പെടുന്നത്. ഖുർആൻ പല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും നമ്മൾ എണ്ണി പറയുന്നു. ഇസ്ലാം കാര്യങ്ങൾ 5ആണെന്നും ഈമാൻ കാര്യം വിശ്വാസ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ 6ആണെന്നും നമ്മൾ പറയുന്നുവെങ്കിൽ ഈ 6 ഈമാൻ കാര്യങ്ങളിൽ നിന്ന് പ്രചോദിതമായി നമുക്കുണ്ടാവേണ്ട ഇസ്ലാം എന്നുള്ള രീതിയിൽ കർമ്മങ്ങളായി വരുന്ന ഇസ്ലാം കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഈ രംഗത്ത് നമുക്ക് വന്ന പാളിച്ചകൾ നമ്മൾ തിരിച്ചറിയുകയും കൂടുതൽ ഇതിലേക്ക് അടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഉണർത്താനുള്ളത്. ഹജ്ജിന്റെ സമയമാണ്. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞവർ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ താല്പര്യവുമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലാണ് അത് ചെയ്യേണ്ടത്. 4ാമത്തേതായി വരുന്നത് നോമ്പാണ്. കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ ചെയ്ത കർമ്മമാണ്. വർഷത്തിൽ ഒരു മാസം നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കാര്യം നമ്മൾ ഒരുമിച്ച് ചേർന്ന് തന്നെ ലോകം മുഴുവൻ അത് അനുഷ്ഠിക്കുകയും ചെയ്യും. 3ാമത്തേത് വരുന്നത് സക്കാത്താണ്. സാമ്പത്തികമായി ആ ഭദ്രതയുള്ളവർ അതിന്റെ ഹിസാബും എത്തുമ്പോൾ അത് സമയത്തിനനുസരിച്ച് ചെയ്യേണ്ട കർമ്മമാണെന്ന് നമുക്കറിയാം. 2ാമത്തേത് നമസ്കാരം എന്നുള്ളത് 5 വക്തുകളിൽ നമ്മൾ നിർബന്ധമായി നമസ്കരിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കർമ്മങ്ങളാണ്. ഇതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിലുള്ള ഷർഫും ഫർളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇസ്ലാം കാര്യത്തിൽ ഒന്ന് ഷഹാദത്ത്, അതൊരു കർമ്മമായി എണ്ണിയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് നമ്മൾ കർമ്മം എന്നുള്ള രീതിയിൽ ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കേണ്ട ഒരു കർമ്മം എന്നുള്ള രീതിയിൽ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഈമാൻ കാര്യങ്ങൾ 6ആണ്, എന്നാൽ ഇസ്ലാം കാര്യം 5ആണ്. ഒന്നാമത്തെ ഷഹാദത്താണെങ്കിൽ
ആ കർമ്മം എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള ഗൗരവം എത്ര ഞാൻ കൊടുത്തു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ആ കർമ്മത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയും വേണ്ടത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ഒരു ദഅവ ഈ മാസം ഈ പള്ളിയിലേക്ക്, ഈ നാട്ടിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. സഹോദരന്മാരെ, നമ്മൾ പല തിരക്കിലുമാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ നമ്മൾ ഇസ്ലാം കാര്യത്തിൽ ഒന്ന് തന്നെ ചെയ്തോ എന്നുള്ളത് നമുക്കറിയുന്നില്ല. നമുക്കറിയാം, ചരിത്രത്തിൽ നോക്കുമ്പോൾ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർ ചെയ്ത കർമ്മങ്ങളിൽ ഹജ്ജ് നിർബന്ധമായത്, നോമ്പ് നിർബന്ധമായത്, സക്കാത്തും സ്വലാത്തും നിർബന്ധമായതൊക്കെ എപ്പോഴാണ് എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, പക്ഷേ ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കർമ്മമായി അവർ ചെയ്തത് അവർക്ക് ലഭിച്ച ഈ ഹിദായത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കർമ്മമായിരുന്നു എന്നത് തിരിച്ചറിയുമ്പോൾ ഈ ഭാഗത്തേക്ക് കൂടി നമ്മളൊന്നും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ഇതിന്റെ ഫലങ്ങൾ നമുക്ക് നൽകേണ്ടത്. ശുദ്ധ സൂചിപ്പിക്കുന്നത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടൽ തുടങ്ങിയ സമയത്ത് തന്നെ നിന്റെ കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്നുള്ള രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനം തുടങ്ങുന്നത് നമുക്ക് പാഠമാകുമെങ്കിൽ നമ്മുടെ കുടുംബത്തെയും ഈ രംഗത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ബന്ധുക്കളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള മുന്നറിയിപ്പാണ് തരുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സ്വന്തത്തെ നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ദഅവാ സംരംഭത്തിന്റെ പ്രാധാന്യവും ഇതിന്റെ ഗൗരവവും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ളത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് എന്നുള്ള കർമ്മം ജീവിതത്തിൽ ഒരിക്കലാണ് ചെയ്തത്. ആ കർമ്മത്തിൽ അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഹജ്ജത്തുൽ വിദാഇ, ഖുത്ബത്തുൽ വിദാഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കൽപ്പന തന്റെ സഹാബത്തിനോട് പറയണം. നമുക്കറിയാം, 1 ലക്ഷത്തിലധികം സഹാബത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം ബോധ്യപ്പെടുത്തുമ്പോൾ ആ സഹാബത്ത് കൃത്യമായി ഇന്ന് നമുക്ക് മസ്ജിദുൻ നബവിയോട് അനുബന്ധിച്ച ജന്നത്തുൽ മുഅല്ലയിലും അതേപോലെ മക്കയോടനുബന്ധിച്ചുള്ള ഖബർസ്ഥാനിലും ആകെ 10,000-ന് താഴെ ഖബറുകളേ ഉള്ളൂ സഹാബികളുടേത് എന്നുള്ളത് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. 1 ലക്ഷത്തിലാണ് സഹാബത്തുണ്ടായിട്ട് എന്തായിരുന്നു അവിടെ 10,000-ന് താഴെ ആവാൻ കാരണം എന്ത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഈ കർമ്മത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുത്തപ്പോൾ അവർക്ക് വാഹനം വന്നില്ല, സൗകര്യമില്ല, ഭൂമിയെ കുറിച്ചോ നാടിനെ കുറിച്ചോ വലിയ ബോധങ്ങളൊന്നുമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കിട്ടിയപ്പോൾ അവർ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ഫളായിൽ അവർക്കറിയാമായിരുന്നു. മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന അതിന്റെ ശ്രേഷ്ഠത അവർക്കറിയാമായിരുന്നു. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി കഴിഞ്ഞുകൂടാൻ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ഇതിനേക്കാളും വലിയൊരു ഗൗരവമാണ്, വലിയൊരു അമാനത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തിരിച്ചിൽ സ്വന്തം കുടുംബത്തെ ഒഴിവാക്കി കിട്ടിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയപ്പോൾ അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ മലയാളക്കരയിൽ പോലും സഹാബികളുടെ ഖബറുകൾ ഉണ്ട് എങ്കിൽ അവർ സഹിച്ച ഈ ത്യാഗത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ശ്രമങ്ങൾ ചെയ്തുവോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ കൽപ്പന കൃത്യമാണ്. ചരിത്രം നമുക്കിത് പാഠം തരുന്നു. ഈ കൽപ്പനയുടെ ഭാഗമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്ത്. സ്വന്തം പിതാവിനോട്, സ്വന്തം സമൂഹത്തോട് നാട് വിട്ട് മണലാരണ്യത്തിൽ സ്വന്തം കുടുംബത്തെ തിരിച്ചു പോകേണ്ടി വന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതൊക്കെ വരുമ്പോൾ ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഏൽപ്പിച്ച അമാനത്ത് ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണെന്നുള്ള ബോധ്യമായിരുന്നു എല്ലാ പ്രവാചകന്മാരുടേതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഉടുതുണിക്ക് മറുതുണിക്കായിരുന്നു നമ്മുടെ പൂർവികർ പരിശ്രമിച്ചിരുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു അവർ കഠിനാധ്വാനം ചെയ്തിരുന്നത്. വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷപ്പെടാനുള്ള കൂരയ്ക്ക് വേണ്ടിയായിരുന്നു അവർ അധ്വാനിച്ചിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടുകൾ ഒരു പക്ഷെ ഇന്ന് നമുക്കില്ല. ഭക്ഷണം നമുക്ക് സുലഭമാണ്, വസ്ത്രം നമുക്ക് സുലഭമാണ്,
വീട് നമ്മുടെ ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ച് നമ്മൾ വെക്കുന്നു. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അള്ളാഹു നമ്മോട് കൽപ്പിച്ച അമാനത്ത് നിർവഹിക്കാൻ എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തെ കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുള്ളത്. ജീവിതത്തിന്റെ വ്യവഹാരത്തിൽപ്പെട്ട് പരസ്പരം പെരുമ നടിക്കുന്ന രീതിയിൽ ധൃതിയിലോടുന്ന മനുഷ്യനോടാണ് പറഞ്ഞത്, വേണ്ട കേട്ടോ, ഈ ഓട്ടമൊക്കെ കബറിടം സന്ദർശിക്കുന്നത് വരെയാണ്, ശ്മശാനത്തിലേക്ക് എത്തുന്നത് വരെയാണ്. വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ ബോധ്യത ഉറപ്പിച്ചുകൊണ്ട് നീ നരകം കാണുക തന്നെ ചെയ്യും, തീർച്ചയായും കാണുമെന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകിയ അറിവ്, അള്ളാഹു നമുക്ക് നൽകിയ കാഴ്ച, അള്ളാഹു നമുക്ക് നൽകിയ കേൾവി, ഈ അനുഗ്രഹമൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഈ ദീനീ ദഅവത്തിന് അള്ളാഹുവിന്റെ ഈ മാർഗം മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ കൂടുതലായി പറയുകയല്ല, പക്ഷെ നമ്മുടെ ശ്രദ്ധ വരേണ്ട വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ വിചാരണ സമയത്ത് കൃത്യമായി വിചാരണ ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണ് ഷഹാദത്ത് എന്നുള്ളത്. നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് സമയം കാണും, നമുക്ക് സന്ദർഭം കിട്ടും, നമ്മൾ അറിവ് നേടും, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കും, ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷേ നമ്മുടെ ചിന്ത ഇതിലേക്ക് വരുന്നില്ല. പാരമ്പര്യമായി നാട്ടിൽ ചെയ്തു വരുന്ന രീതിയിൽ നമ്മൾ ദീനുമായി അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പ്രവാചകന്മാർ സഹാബത്തും ഇതിനു വേണ്ടി ചെയ്ത ത്യാഗവും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ കൽപ്പനകളും ഈ രംഗത്ത് കൊടുത്ത കാര്യവും ആലോചിക്കുമ്പോഴാണ് നമ്മൾ എവിടെയും എത്തിയില്ല എന്നുള്ളത് ബോധ്യപ്പെടുകയുള്ളൂ. നമുക്കറിയാം, നമ്മളൊക്കെ നന്മക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നന്മ എന്ത് എന്നുള്ളത്, ഏറ്റവും നല്ല പ്രവർത്തനം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചുവെങ്കിൽ ഈ പ്രവർത്തനത്തിന് അല്പസമയം നമ്മൾ കാണുക തന്നെയാണ് ഇതിന് പരിഹാരം. മറ്റിടത്ത് വിശുദ്ധ ഖുർആൻ ഈ കർമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വ്യത്യസ്ത വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, ഇതിനൊന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതിലപ്പുറം ഏറ്റവും അധികം ചരിത്രബോധവും അറിവും ശൈലിയും എങ്ങനെയാവണമെന്നും ഒക്കെ കൃത്യമായി ഖുർആൻ പറഞ്ഞ ഒരു മേഖലയാണ് ദഅവത്ത് എന്നുള്ളത്. ദഅവത്ത് എങ്ങനെയാവണം, ആരോടാവണം, എപ്പോഴാവണം, ഈ രീതിയിൽ ചരിത്രബോധം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. കുൻതും ഖൈറ ഉമ്മ, നമ്മോട് പറഞ്ഞു നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒതുങ്ങി കഴിയേണ്ടവരല്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബവും അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയും മാത്രമായി ഒതുങ്ങി കഴിയേണ്ടവരല്ല. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളെ പുറപ്പെടുവിച്ചത് സമുദായത്തിന്, മനുഷ്യ സമുദായത്തിന് വേണ്ടിയാണ്, മുഴുവൻ മനുഷ്യർക്കുമാണ്. എന്താണ് നിങ്ങളുടെ ക്വാളിറ്റി? തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ചെയ്യേണ്ടത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ രീതിയിൽ ഒരു ക്വാളിറ്റിയുള്ള ഉത്തമമായ സമൂഹത്തിന്റെ ക്വാളിറ്റി പറഞ്ഞതുകൊണ്ട് ഈ കർമ്മം ചെയ്യാൻ അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുന്നു. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇതേ സൂറത്തിൽ തന്നെ, വലതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാവട്ടെ, എന്നിട്ട് അവർ നന്മയിലേക്ക് ക്ഷണിക്കട്ടെ, തിന്മ തടയട്ടെ എന്നുള്ള രീതിയിൽ അവരാകുന്ന വിജയികൾ എന്നുള്ളത്. വിജയികൾ ആരാണ് എന്നുള്ളത് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഈ കർമ്മം ചെയ്യുന്നവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. നമുക്കറിയാം, സമൂഹത്തിൽ ഇന്ന് പല പദ്ധതികളുണ്ട്, പ്രൊജക്ടുകളുണ്ട്, സർക്കാരിൻ്റെതാവട്ടെ, സംഘടനകളുടേതാവട്ടെ, നാട്ടിലെ കൂട്ടായ്മകളുടേതാവട്ടെ, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടിയുള്ള പല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ അതിലൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏക സംവിധാനം അംറു ബിൽ മഅറൂഫി വനഹ്യി അനിൽ മുൻകർ എന്നുള്ള രീതിക്കുള്ള ഒരു സംവിധാനമാണ് വിശുദ്ധ ഖുർആൻ. അവിടെ വിശ്വാസികൾ പരസ്പരം കൂട്ടുകാരാണ് എന്ന് പറഞ്ഞത് അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു എന്നുള്ളതാണ്. ഈ ദഅവാരംഗത്തിന് വേണ്ടിയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാകുമ്പോൾ ഈ രംഗത്ത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഭവനം ഇവിടെ ഉണ്ടായി. ഈ ഭവനം പരിപാലിക്കുകയും ഇതിനു വേണ്ടി നമ്മുടെ ജീവിതകാലത്ത് ഇതിനു വേണ്ടി സേവിക്കുകയും ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് ഖബറിലും നാളെ വിചാരണ നാളെയും നമുക്കിതൊരു ആശ്വാസമാകും എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന മക്കന്നാഹും ഫിൽ അർദി അഖാമുസ് സ്വലാത്ത വഅതസ് സകാത്ത വഅമറു ബിൽ മഅറൂഫി വനഹാ അനിൽ മുൻകർ ഫൗലായി വലാഖിബത്തു ലിൽ ഉമൂർ എന്നുള്ള രീതിയിൽ വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹജ്ജിലെ ഒരു വചനം വിശുദ്ധ ഖുർആൻ പറയുന്നത്, നാട്ടിൽ സ്വാധീനം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടാൽ
അവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് അഖാമുസ്സലാം. നമസ്കാരത്തിനുള്ള സംവിധാനം അവർ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കി, ഒരു പള്ളി ഇവിടെ ഉണ്ടായി. പിന്നെ ജനങ്ങൾക്ക് ഈ സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്ന രീതിയിൽ സക്കാത്തിന്റെ സംരംഭവും ഉണ്ടാവും. പിന്നീട് അല്ലാഹു പറയുന്നത് അവർ എന്ത് ചെയ്യും? അവർ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള സംവിധാനം അല്ലാഹുവിന്റെ ഈ ഭവനത്തെ ഉയർത്തി ഉണ്ടാക്കുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിലാണ് എന്നുള്ള രീതിയിൽ അവർ തവക്കൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചിരിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പള്ളി ഇവിടെ ഉണ്ടായി, അൽഹംദുലില്ലാഹ്. ഇത് നമ്മൾ നമസ്കാരം നിലനിർത്തുന്നുണ്ട്. സക്കാത്തിന്റെ സംവിധാനം ഒരുപക്ഷെ നമ്മുടെ പരിമിതിയനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ മൂന്നാമത് പറഞ്ഞ ഈ കർമ്മത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ വചനത്തിൽ പറഞ്ഞ കൃത്യമായ ഒരു പ്രൊജക്റ്റാണ്. സത്യത്തിൽ പള്ളി ഉണ്ടാക്കുകയും സക്കാത്ത് സംവിധാനം ഉണ്ടാക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ദഅവ സംവിധാനം കൂടി പള്ളിയിൽ ഉണ്ടാവണമെന്നുള്ളതാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹുവിന്റെ അമാനത്ത് നമ്മൾ നിർവഹിക്കുന്നവരാവുമെന്നുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂറത്തുൽ തൗബയിൽ പള്ളി പരിപാലനം ആരായിരിക്കണം എന്നുള്ളത് സൂചിപ്പിച്ചിടത്തേക്ക് കൃത്യമാണ്. വിശ്വാസമായിരിക്കണം, അവർക്ക് സലാത്ത് നമസ്കരിക്കുന്നവരായിരിക്കണം പള്ളി കമ്മിറ്റികൾ, അതേപോലെ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. പിന്നീട് പറയുന്ന വാക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവേ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരായിരിക്കും പള്ളി പരിപാലിക്കുന്നവർ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി വരുന്നത്, ഈ ദൈവത്തിന് വേണ്ടി, ഈ ദേവസ്വം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള കർമ്മത്തിന് വേണ്ടി ഈ പള്ളിയും പള്ളിയിലെ പരിപാലകരും അതിനുകൂടി പ്രയത്നിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയാവുമ്പോഴേ നമ്മുടെ ദൗത്യം നിർവഹിച്ചു, നമ്മുടെ ബാധ്യത നിർവഹിച്ചു നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു വരേണ്ട ഒരു മേഖലയാണ് ദൈവത്തിൽ എന്നുള്ളതും. ആ ദൈവത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി ഒരു പള്ളി പരിപാലിക്കാനും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാധ്യത എന്ന നിലയിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ കർമ്മമായ ഷഹാദത്തുമായുള്ള കർമ്മം കൂടി പള്ളിയിൽ വെക്കുമ്പോഴേ അല്ലെങ്കിൽ പള്ളിയിൽ നടത്തുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ അള്ളാഹു ഉദ്ദേശിച്ച രീതിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ നാട് ദുഷിക്കും, കുടുംബം ദുഷിക്കും, അതേപോലെ നമ്മുടെ മനസ്സ് ദുഷിക്കും എന്നുള്ളത് ചരിത്രം നൽകുന്ന പാഠമാണ്. സൂറത്തുൽ മാഇദയിലെ 2 വചനങ്ങൾ അടുത്തടുത്ത് വരുന്നു. ജനങ്ങൾ നിഷിദ്ധ മാർഗത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ജനങ്ങൾ നിഷിദ്ധമായത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നിഷിദ്ധമായത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവർ ചെയ്യുന്നത് എത്ര ചീത്ത എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു. ജനങ്ങൾ ഈ രീതിയിലൊക്കെ ജീവിക്കുന്നത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന പണ്ഡിതന്മാരും അതേപോലെ ഇബാദത്തിൽ മാത്രം ഒഴുകി കഴിയുന്ന ഭക്തരും ചെയ്യുന്നതും എത്ര ചീത്ത എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു തിന്മ കാണുമ്പോൾ അതിൽ മൗനം നിൽക്കുക എന്നുള്ളത് തിന്മ ചെയ്യുന്നത് പോലെ തന്നെ തെറ്റായിട്ടാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത കൃത്യമായി അധികരിക്കുകയാണ്. ഈ ബാധ്യത നിർവഹിക്കാൻ നിർബന്ധമായിട്ടാണ്. അത് ഫർദ് ഐനായിട്ടും അല്ലെങ്കിൽ ഫർദ് കിഫായ എന്നുള്ള സാമൂഹ്യ ബാധ്യതയായിട്ട് കാണാവുന്നതാണ്. അതേപോലെ വ്യക്തി ബാധ്യത എന്നുള്ള രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്താനുള്ള പ്രയത്നം നടത്തേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചെയ്യണം, കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ചെയ്യണം, സംഘടനയാണെങ്കിലും ചെയ്യണം. അതേപോലെ പള്ളിയും അല്ലെങ്കിൽ പള്ളി പരിപാലിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ വരുമ്പോഴൊക്കെ ഇത് ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് അള്ളാഹുമായുള്ള ബാധ്യത നമുക്ക് നിർവഹിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ രംഗത്ത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്നുള്ളതാണ്. കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, കാലം തന്നെ സത്യം, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. അള്ളാഹു ഒരു വിഭാഗത്തിൽ സമൂഹത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ അതിനെ ലാഭത്തിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീനാമനു, അതിൽ നിന്ന് ചില ക്വാളിറ്റി ഉള്ളവരെ മാറ്റി നിർത്തിയാണ്. അതായത് വിശ്വാസികളായിരിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന ഈ ക്വാളിറ്റികളുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ് മനുഷ്യർക്ക് നഷ്ടത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദഅവത്ത് എന്നുള്ള കർമ്മം നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുകയും അതിനുള്ള നീക്കങ്ങൾ നമ്മുടെ പ്രായം ഏത് രീതിയിലായാലും നമ്മുടെ അറിവ് എത്രത്തോളമാണെങ്കിലും പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി വെച്ചൊരു കർമ്മം ഇതാണ് എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ സംഗമിക്കുമ്പോൾ ഇതിൽ എനിക്ക് ചെയ്യാൻ എന്ത് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആശങ്കകൾ ഇതിന് തടസ്സമാകുമെങ്കിൽ നാളെ മലക്കുൽ മൗത്ത് മുന്നിൽ വരുന്ന സമയത്ത് ഈ ആശങ്കകൾ നമുക്ക് കൂടുതൽ ദോഷങ്ങളായി വരുമെന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ഇതിനോട് എത്രത്തോളം അടുത്തോ അതിനനുസരിച്ചുള്ള ആശ്വാസം മരണസമയത്തും വിചാരണ സമയത്തും നമുക്ക് ലഭിക്കുമെന്നുള്ളത്. മാത്രമല്ല അള്ളാഹുവിന്റെ ശാപം കൃത്യമായി പറഞ്ഞ മേഖല ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. തിന്മ കണ്ടിട്ട് മിണ്ടാതിരിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുമെന്നുള്ളതാണ്. പൂർവ്വ സമൂഹത്തെ അള്ളാഹു ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും നാവിനാൽ ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ആ ശാപത്തിന് കാരണം? അവർ തിന്മ ചെയ്യുകയാണെങ്കിൽ പരസ്പരം തിരുത്തുമായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സമൂഹത്തിൽ തിന്മ ചെയ്യുമ്പോൾ അത് കൈപ്പിടിക്കാനോ അവരെ ഉപദേശിക്കാനോ അതിൽ നിന്ന് പിന്മാറ്റാനോ അവർ ശ്രമിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനാൽ തന്നെ ആ സമൂഹത്തെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും നാവിനാൽ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം പറഞ്ഞത് തിന്മയുടെ മുന്നിൽ മൗനം വഹിക്കുകയാണെങ്കിൽ അത് ശാപത്തിന് കാരണമാകും എന്നുള്ളതാണ്. മറ്റൊരു ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ സമൂഹത്തെ തന്നെ സൂറത്തുൽ ആറാഫിൽ കൃത്യമായി വിശുദ്ധ ചരിത്രം പറയുന്നുണ്ട്. ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ ഒരു കൽപ്പന എന്നുള്ള രീതിയിൽ. പക്ഷേ കുതന്ത്രത്തിലൂടെ അള്ളാഹുവിനെ പറ്റിക്കുക എന്നുള്ള രീതിയിൽ അവരിൽ ചിലർ ചെയ്തത് ചെറിയ ചെറിയ കിടങ്ങുകൾ കുഴിച്ച് അന്ന് പിടിക്കുന്നില്ല പിറ്റേന്ന് പിടിക്കാമെന്നുള്ള രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു എന്നുമായി, എന്നാലോ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി മത്സ്യത്തെ ശേഖരിക്കുന്ന കർമ്മം ചെയ്തപ്പോൾ അവരിൽ നിന്ന് ചില ആളുകൾ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അള്ളാഹുവിന്റെ ശിക്ഷ വരുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭക്തന്മാരായി കഴിഞ്ഞുകൂടിയിരുന്ന മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പായ സമൂഹത്തോട് നിങ്ങൾ എന്തിനു ഉപദേശിക്കുന്നു എന്ന് ചോദിക്കുമോ, മദ്റത്തുക്കും ഇദാ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനോട് രുചി ബോധിപ്പിക്കാൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ ഉപദേശം ചെയ്ത ആളുകളെ പറ്റി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഈ തിന്മ ചെയ്തവരും ഇതിന്റെ മുന്നിൽ മൗനം അവലംബിച്ചവരെയും അള്ളാഹു ശിക്ഷിക്കുകയും ഉപദേശിച്ചവരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പ്രായത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിലുള്ള വിശ്വാസപരമായോ കർമ്മപരമായോ ഉള്ള പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുകയും നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയും അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമ്പോൾ അവർക്കൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സഹകരിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപവും കോപവും നമ്മുടെ മേൽ ഉണ്ടാകുമെന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സൂറത്ത് ശുആറ നമുക്ക് അറിയുന്ന ആയത്താണ്, സൂറത്താണ്. സൂറ 26-ാമത്തെ അധ്യായം 200ഓളം വചനങ്ങളുണ്ട്. അതിന്റെ തുടക്കം പറയുന്നത് പ്രബോധന പ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമൂഹത്തിനുള്ള എതിർപ്പുകളും ജനങ്ങൾ ഇതിനോട് മുഖം തിരിച്ചിരിക്കുന്ന മനോഭാവം കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം എന്നുള്ള രീതിയിൽ 7 പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റേതുണ്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമിനുണ്ട്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഇങ്ങനെ 7 പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറയുകയും ആ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ ദൈവത്തിൽ നടത്തിയ കാര്യങ്ങൾ പറയുകയും എന്നിട്ട് അള്ളാഹു അതിൽ ഇടപെട്ട് ഈ പ്രവാചകന്മാരെ രക്ഷിച്ചതും ഈ സമൂഹത്തെ ശിക്ഷിച്ചതുമായ ചരിത്രം പറഞ്ഞിട്ട് ഓരോരോ പ്രവാചകന്മാരുടെയും സമൂഹത്തെ പറഞ്ഞ ഓരോ വിഭാഗം കഴിയുമ്പോൾ ഇതിൽ തീർച്ചയായും ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള രീതിയിൽ ഓരോ ചരിത്രവും അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മുഴുവൻ സമൂഹങ്ങൾക്കും എങ്ങനെയായിരിക്കണം ദഅവത്ത് എന്നുള്ളതും എങ്ങനെയാണ് നമ്മളുടെ സമീപനം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തീരുന്ന രീതിയിലാണ് ഇതുള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദഅവത്ത് എന്നുള്ള കർമ്മം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് വേണ്ടത്. അധികമൊന്നും ഇതിന് പഠിക്കേണ്ടതില്ല, ഇതിനധികമൊന്നും പഠിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിൽ നിങ്ങൾ ഒരു വചനമെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം മുസ്തഫ അലൈഹിസ്സലാം കുറഞ്ഞ കാര്യങ്ങളെ ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടൊന്നും അവതരിച്ചിട്ടില്ല. ഏതാനും ആയത്തുകൾ മാത്രമേ അല്ലെങ്കിൽ അധ്യായങ്ങൾ മാത്രമേ അവതരിച്ചിട്ടുള്ളൂ. പക്ഷേ ഉമൈറിന്റെ ചരിത്രം നമുക്ക് തരുന്ന പാഠം പ്രബോധകർക്ക് എന്നും ജീവിക്കാനുള്ളത്. അന്ന് നമസ്കാരം പോലെയുള്ള ഫർളുകൾ എത്ര നിർബന്ധമായി എന്ന് അന്വേഷിക്കുമ്പോൾ
വളരെ വിരളമായിരുന്നു, തുച്ഛമായിരുന്നു എന്നുള്ളതും അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ കർമ്മം ഈ ഷഹാദത്ത് എന്നുള്ള രീതിയിൽ ദഅവത്തായിരുന്നു എന്നുള്ളതും. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയെങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്നില്ല. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അള്ളാഹു നമുക്ക് കിട്ടിയതെന്ന ഈ ഹിദായത്തിന്റെ വെളിച്ചം മറ്റൊരാളിലേക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് വാങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് ഈ രംഗത്ത് എന്താണ് നമുക്ക് കിട്ടിയത് അത് കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം ആ ചരിത്രം വരുന്നത് വലിയ കൂട്ടായ്മകളൊന്നും ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ കൃത്യമായി നമുക്കറിയാം അഖബ ഉടമ്പടിയുടെ തുടക്കത്തിൽ മിനായുടെ താഴ്വരയിൽ യദ്രിബിൽ നിന്ന് ഹജ്ജിന് വന്ന, ഇസ്ലാം പ്രചരിച്ചിട്ടില്ല, പ്രവാചകൻ പ്രബോധന പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, ഈ ഘട്ടത്തിൽ മുമ്പും ഹജ്ജുള്ളതാണ്. ആ രീതിയിൽ യദ്രിബിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു കൂട്ടം ആളുകൾ രാവിയുടെ മറവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 2, 3, 4 ആളുകൾ മാത്രം അവരിങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോഴാണ് യദ്രിബിൽ നിന്ന് വന്ന ഒരു സംഘം മിനയുടെ താഴ്വരയിൽ നിൽക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ചു, അവരോട് അപ്പോയിന്റ്മെന്റ് എടുത്തു. അല്പനേരം കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വചനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും പരലോകത്തെ കുറിച്ചുള്ള ബോധ്യവും അവർക്ക് നൽകിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇത് വേദങ്ങളിൽ പറയുന്ന പ്രവാചകനാണ് എന്നുള്ളതും വരാൻ പോകുന്ന പ്രവാചകന്റെ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ 4-5 പേരടങ്ങുന്ന ആ സംഘം അത് വിശ്വസിക്കുകയും എന്നിട്ട് പിന്നീട് അവർ അവരുടെ നാട്ടിലേക്ക് പോവുകയും പിന്നീട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഏതാനും സംഘം പിറ്റത്തെ വർഷവും വിശ്വസിക്കുകയും ആ വർഷം അവർക്ക് മിസ്അബ് ഇബ്നു ഉമൈർ അങ്ങനെ പ്രബോധനാക്കുകയും അങ്ങനെയാണ് സത്യത്തിൽ ഏതാനും ഇരുട്ടിന്റെ മറവിൽ നടത്തിയ ചില സംസാരങ്ങളാണ് ഈ രീതിയിൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് കാരണമായതെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ സാഹചര്യവും ഈ സമൂഹവും ഇത് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നമുക്ക് മറുപടി പറയേണ്ടി വരില്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. മദീനയിലേക്ക് അയച്ചു, ഇവരോടൊപ്പം ഉടമ്പടി ചെയ്തു, പ്രവാചകന്മാരുടെ കരാറുകൾ ചെയ്തു, അവർക്കുള്ള ആകെ കൊടുത്ത സ്വർഗമാണ് പകരം എന്നുള്ള ഒറ്റ ഡിമാൻഡാണ്. ആ ഡിമാൻഡിന്റെ പേരിൽ മദീനയിലേക്ക് പോയി. അന്ന് മദീനയായിട്ടില്ല, യദ്രിബാണ്. യദ്രിബിലേക്ക് പോയി വീട് വീടാന്തരം കയറിറങ്ങി അള്ളാഹുവിനെ കുറിച്ച്, വരാൻ പോകുന്ന ജീവിതത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, വിചാരണയെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയിക്കുകയും ചെയ്തപ്പോൾ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി മദീന മാറുന്ന ചരിത്രം നമുക്ക് ബോധ്യമാവുന്നുവെങ്കിൽ നമ്മളും നമ്മുടെ നാടും ഒക്കെ മാറുമെന്നുള്ളത് കൃത്യമാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം പണിയെടുത്തു എന്നുള്ളതാണ്. നമ്മൾ നല്ല വിശ്രമമില്ലാതെ പണിയെടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് സേവനം നൽകുന്നുണ്ട്, ദീനിന്റെ പേരിൽ തന്നെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തു, നല്ലതാണ്, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തു, നല്ലതാണ്, വീട് വെച്ചു കൊടുത്തു, നല്ലതാണ്, പല രീതിയിലും കൊടുത്തു, നല്ലതാണ്. പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട, നരകത്തിൽ നിന്ന് മോചിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ഈ അറിവും ഈ ഹിദായത്തിന്റെ വെളിച്ചവും നമ്മൾ നൽകിയില്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഇവർ നമ്മുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടില്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ അയൽവാസികളിൽ വലിയുണ്ട്, നമ്മുടെ കൂടെ പണിയെടുക്കുന്നവരുണ്ട്, നമ്മൾ പാർട്ടി പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ സഹകരിക്കുന്ന സഹോദരിമാരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇവർക്ക് നാളെ പറയാം, പടച്ചറപ്പേ, ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പോൾ വളരെ സൗഹാർദ്ദത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്, ഞങ്ങൾ പരസ്പരം സഹകരിച്ചിരുന്നു. പക്ഷേ ഈ നരകത്തെ കുറിച്ചോ ഈ സ്വർഗത്തെ കുറിച്ചോ ഈ ഖുർആനിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ഞങ്ങളോട് പറഞ്ഞു തന്നില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ടത്. നമുക്കറിയാം, ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രവാചകൻ സാബത്ത് ഒരിക്കൽ ഇരിക്കുകയായിരുന്നു, ഒരു ജൂതന്റെ ശവം അതിലൂടെ കൊണ്ടുപോയി. പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. സാബത്ത് ചോദിച്ചത്, എന്താ പ്രവാചകരെ, അതൊരു ജൂതന്റെ ശവമല്ലേ, അല്ലേ മയ്യത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആദ്യം പറഞ്ഞു അതൊരു മനുഷ്യനല്ലേ എന്നുള്ളത്. ചരിത്രത്തിൽ പിന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയും എന്താണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ പ്രവാചകനായിരിക്കെ അദ്ദേഹം ഒരു ജൂതനായി മരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സഹോദരങ്ങളായ ധാരാളം ആളുകൾ പല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഈ സത്യം അറിയാതെ നാളെ പരലോകത്ത് ചെന്നാൽ ഇവരായിരുന്നു ഞങ്ങളുടെ അയൽവാസികൾ, പടച്ചവനെ ഇവരൊക്കെ ഞങ്ങൾ കൂട്ടത്തിൽ ജീവിച്ചിരുന്നു, പക്ഷേ ഈ സന്ദേശം ഞങ്ങളോട് അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമുക്കറിയാം, പലതിനും നമ്മൾക്ക് ആളുകളോട് സിമ്പതിയാണ്,
വളരെ നല്ലത് തന്നെയാണ്, നല്ല സ്വഭാവം തന്നെയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുന്നത്, ജനങ്ങൾക്ക് അപകടം വരുന്നത് നമ്മൾക്ക് വലിയ ബേജാറാണ്. നമ്മൾ ഒരാൾ ബൈക്ക് സ്റ്റാൻഡ് തട്ടാതെ ഈ കുട്ടനാട് അങ്ങാടിയിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ബഹളം വെച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും. ഒരു പക്ഷേ ഉള്ളൂ, സ്റ്റാൻഡിൽ തട്ടിയില്ലെങ്കിൽ അപകടം വരുന്ന ഉറപ്പൊന്നുമില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റരുത് എന്നുള്ള രീതിയിൽ. അതിൽ ജാതി നമ്മൾ നോക്കുന്നില്ല, മതം നമ്മൾ നോക്കുന്നില്ല, രാഷ്ട്രീയം നോക്കുന്നില്ല, സംഘടന നോക്കുന്നില്ല, ആണോ പെണ്ണോ നോക്കുന്നില്ല. നമ്മൾ ബഹളം വെച്ച് ആ സ്റ്റാൻഡ് ക്ലിയറാക്കാൻ പറയുന്നത് അവർക്ക് പരിക്ക് പറ്റരുത്, അപകടത്തിൽ പെട്ടരുത്. എന്നാൽ തെറ്റായ വിശ്വാസം, തെറ്റായ കർമ്മങ്ങളും തെറ്റായ ചിന്തകളുമായി നരകത്തിലേക്ക് കൂപ്പിക്കുത്തുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തേ നമ്മൾ മൗനമായി ഇരിക്കുന്നു എന്നുള്ളത് വരുമ്പോഴാണ് നമ്മുടെ പരലോക വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾക്ക് പരലോകം യക്കീനായില്ല എന്നുള്ളതിന്റെ കൃത്യം, പ്രവാചക കൽപ്പന വേണ്ട രീതിയിൽ നമ്മൾ ഏറ്റെടുത്തില്ല എന്നുള്ളതിന്റെ കൃത്യം, അള്ളാഹു ഗൗരവത്തോടെ പറഞ്ഞ ഈ ഷഹാദത്തിന്റെ ഈ പ്രചരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതിന്റെ കൃത്യം അവിടെയാണ് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. ഇത് ചെയ്താൽ എന്താവുമെന്നുള്ളൊരു ആശങ്കയാണ് സത്യത്തിൽ. പക്ഷേ വിശുദ്ധ കൃത്യമായി പറഞ്ഞു, പ്രവാചകനോട് പറയുന്നത്, പ്രവാചകരെ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. സുഖാന്റെ ആയത്തുകളാണ്. പ്രവാചകരെ, ജനങ്ങൾ താങ്കളെങ്ങാനും ചെയ്യുന്നില്ലെങ്കിൽ, എത്തിച്ചു കൊടുക്കുന്നെങ്കിൽ താങ്കളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് താങ്കൾ അമാന്തം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റടുത്ത് പറഞ്ഞത്, എന്റെ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എന്നെ പിൻപറ്റിയവരും ഇത് ചെയ്യുമെന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞത്. ഞാൻ വളരെ ഹിക്മത്തോടുകൂടി മൗലികത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പിൻപറ്റിയവരും. നമ്മൾ പ്രവാചകൻ പിൻപറ്റാൻ വളരെ താല്പര്യമുള്ളവരാണ്. പ്രവാചകൻ എവിടെ കൈവെട്ടിയോ അവിടെ കൈവെക്കണം എന്നുള്ളത് നിർബന്ധമാണ്, കൃത്യമാണ്. പ്രവാചകൻ നമസ്കാരത്തിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പിൻപറ്റുന്നുണ്ട്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രവാചകൻ പിൻപറ്റുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിലെ പ്രവാചകൻ പറഞ്ഞ പിൻപറ്റലുണ്ട്. ഞാനും എന്നെ പിൻപറ്റിയവരും ഈ രീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമെന്നുള്ള അതിന് ഇത്തിബാ നമ്മൾ എത്ര ചെയ്തു എന്നുള്ളതും നമ്മൾ ആലോചിക്കുമ്പോൾ കൃത്യമാണ് ഈ കർമ്മം ഇത് ചെയ്യേണ്ടത് അത്യാവശ്യം. ഇത് ചെയ്താൽ എന്തോ ആവും എന്നുള്ള ഭയപ്പാടാണ് പൊതുവെ നമുക്കുള്ളത്. പക്ഷേ ഇതൊന്ന് ചെയ്തു നോക്കുമ്പോഴാണ് സഹോദരങ്ങൾ ഇത് തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ അനുഭവങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല, ദീപിക്കുന്നുമില്ല. പക്ഷേ ഈ കർമ്മം ചെയ്യുമ്പോൾ നമുക്കുള്ള അനുഭവം കൃത്യം, ജനങ്ങൾ ഇത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കൃത്യമായി കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി മനുഷ്യന്റെ ശരീരത്തിനുള്ള ഭക്ഷണമായി, ഭൂമിയിൽ കച്ചവടമായും കൃഷിമായും ജോലിമായും പല രീതിയിലുള്ള സംവിധാനങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അത് മനുഷ്യരൊക്കെ കണ്ടെത്തുന്നുണ്ട്, അവർക്ക് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവിന്റെ റൂഹിന് വേണ്ടി വെച്ച വേദഗ്രന്ഥങ്ങളിലെ അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇത് കണ്ടെത്താതെ ജനങ്ങൾ അലയുമ്പോൾ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. ഈ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ ഏതൊരു ശത്രുവാവട്ടെ ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോഴത്തെ ചരിത്രമല്ല, മുമ്പും പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രവാചകനെ കൈതെടുക്കാൻ വേണ്ടി പോയ ഉമർ റളിയല്ലാഹു പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന്റെ തലയെടുക്കുമെന്നുള്ള തിരിച്ചു പറയാനുള്ള രീതിയിൽ എത്തിയത് കൊണ്ടാണ് ഈ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയതുകൊണ്ട്. ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളിൽ എത്തിച്ചോ നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് നമ്മൾ ഒരു സഹോദരനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നിലുണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഇത് പറയുമ്പോൾ അവർ സ്വീകരിക്കും എന്നുള്ളതും കൃത്യമാണ്. നമ്മൾ അനുഭവങ്ങൾ പറയുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയുടെ കായൽ തീരത്തുകൂടെ ഇതേപോലെ ഒരു ദിവസം അവിടെ ഒരു പള്ളിയിൽ നമ്മുടെ സ്ക്വാഡ് നടന്നു. ആ രീതിയിൽ 2-3 പേര് ഞങ്ങൾ പോയി. ചെറിയ ഒരു ചെറ്റക്കുടിലായുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് പുറത്ത് കസാര ഇട്ടിരുന്നു. സംസാരിച്ചു തുടങ്ങി. സംസാരം കഴിഞ്ഞ അവസാനത്തിൽ പരലോകത്തെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഖുർആനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവസാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 7 സൂറത്തുകളുള്ള ഖുർആനിലെ ചെറിയൊരു കോപ്പി അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് അദ്ദേഹം കരയാണ്. രാജു എന്നുള്ള സഹോദരൻ അദ്ദേഹം കരയാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താണ് കണ്ണെന്ന് ഇങ്ങനെ കരയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ മദ്രസയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഖുർആനുമായിട്ടായിരുന്നു വന്നിരുന്നത്. ഞാനത് തൊട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടെ അധ്യാപകനോട് പറയുകയും ആ അധ്യാപകൻ അന്ന് 2 അടി എൻ്റെ ചെവിക്കടിച്ചു. അന്ന് ഞാൻ കരഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാൻ തേടിയ ഗ്രന്ഥം ഇന്ന് എൻ്റെ മുന്നിൽ എത്തിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. അന്ന് ഞാൻ വേദനയിൽ കരഞ്ഞുവെങ്കിൽ ഇന്ന് സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നുള്ളത്. ഇത് നമ്മൾക്ക് കൃത്യമാണ്.
ഇത് നമുക്ക് ചെയ്താൽ, ഇത് നമ്മൾ ഇതുമായി ഇറങ്ങി തിരിച്ചാൽ കൃത്യമാണ് ഏറ്റവും സൽപ്രവർത്തനം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഏറ്റവും പ്രവർത്തനം ചെയ്ത ആളായി നമുക്ക് മാറാൻ കഴിയും. കുറെ പറഞ്ഞു കൊടുക്കണ്ട, ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ മതി. നമുക്കറിയാം, മലയാളത്തിലെ സാഹിത്യകാരി എന്ന് പറയുന്ന മാധവിക്കുട്ടി എന്ന് പറഞ്ഞാലും അവസാനം പർദ്ദയിലും അള്ളാഹുവിലും ശരണം തേടിയ, ഇന്ന് തിരുവനന്തപുരം പാളയം പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കമലാസുരയ്യ, അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവർ എത്തിയ കാര്യമുണ്ട്. ഞാൻ ജീവിതത്തിന്റെ അന്ത്യത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥവും ഞാൻ മനസ്സിലാക്കിയത്. ഒരു 20 വർഷം മുമ്പാണ് ഈ ഖുർആൻ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ കുറെ പുണ്യങ്ങൾ ചെയ്യാമായിരുന്നുവല്ലോ എന്നുള്ള ഒരു കണ്ണീരിന്റെ വരികൾ അവരുടേതായിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ച് എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? ജീവിതത്തിന്റെ 70-80 വയസ്സ് പ്രായത്തിന്റെ ആധിക്യത്തിലാണ് ഈ ഹിദായത്തിന്റെ വെളിച്ചം കാണുന്നത്. പിന്നെ ചെയ്യാൻ അധികം കഴിയുന്നില്ല. പക്ഷേ ജനിച്ചു വീണത് മുതൽ നവോത്ഥാന സംവിധാനങ്ങളിൽ നമ്മൾ വളർന്നു. ദീനിനെ കുറിച്ച്, ഖുർആന്റെ പരിഭാഷയെ കുറിച്ചൊക്കെ അറിയുന്നു. പക്ഷേ നമ്മൾക്ക് എന്ത് സപ്പോർട്ടാണ്, ഈ രീതിയിലുള്ള പ്രചോദനമാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഈ രംഗത്ത് ഒന്നുകൂടി സജീവമാകാൻ ഞാൻ കൂടുതലൊന്നും പറയാറില്ല. നമ്മൾ കുറേ പഠിച്ച് ചെയ്യൊന്നും വേണം. അള്ളാഹിനെ കുറിച്ച് നമുക്കറിയാം. ഖുർആന്റെ ശൈലി ആ രീതിയിലാണ്. മനുഷ്യരൊക്കെ ഒന്നാണ്. ഇത് നമ്മുടെ മനോഭാവം ആദ്യം മാറ്റണം. ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന ജാതി, ഇന്ന മതം, വിശുദ്ധ ഖുർആന്റെ സൂചന ഒക്കെ മനുഷ്യർക്ക് വേണ്ടി. അള്ളാഹു മനുഷ്യർക്ക് മുഴുവനുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു മലിക്കിനാസാണ്, ഇലാഹിനാസാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ ഹുദല്ലിനാസാണ്, ജനങ്ങൾക്കുള്ള വഴികാട്ടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ആരുടെയും തടയേണ്ടതില്ല, എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് ഇതിനുള്ള ഏറ്റവും നല്ല ലളിതമായ രീതിയിൽ ജനങ്ങളോട് സമീപിക്കാനുള്ള രീതിയിൽ വിശുദ്ധ നമ്മൾ വചനങ്ങളുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ എത്തിക്കേണ്ടവർക്ക് ഇത് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ അമാനത്ത് നമ്മളാണ് തടഞ്ഞത്. ഈ തടഞ്ഞതിന്റെ ഗൗരവം സൂറത്ത് ബഖറയിലെ 159, 160 ആയത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ ശാപം, ശപിക്കുന്നവരുടെയൊക്കെ ശാപം എന്ന് പറഞ്ഞ വിഷയമാണ്. വേദഗ്രന്ഥം വിശദീകരിച്ചു കൊടുക്കുകയും എന്നിട്ട് ജനങ്ങളിൽ നിന്ന് അത് തടയുകയും ചെയ്തവരെ അള്ളാഹു ശപിക്കും, ശപിക്കുന്നവരൊക്കെ ശപിക്കും എന്നുള്ളതാണ്. അള്ളാഹിന്റെ ലേഖനത്തിൻ്റെ എന്താണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താണ്? കൃത്യമാണ് അള്ളാഹിന്റെ ശാപം ഉണ്ടാവുന്നത്. എന്നിട്ട് തൊട്ട 160-ാമത്തെ വചനം ഇല്ലല്ലദീന താബൂ എന്നാണ് പറഞ്ഞത്. ഇതിന് കഴിച്ചാൽ ഈ ശാപത്തിന് രക്ഷപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തൗബ ചെയ്യണം. നമ്മൾ തൗബ ചെയ്യൽ പല വലിയ കുറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. തൗബ ചെയ്യുമ്പോൾ നമ്മൾ കള്ളുടിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ മോഷ്ടിച്ചു, അല്ലെങ്കിൽ മറ്റവരെ ആക്രമിച്ചു, തൗബ ചെയ്തോ എന്ന് പറയും. പക്ഷെ അള്ളാഹ് പറഞ്ഞ തൗബ ചെയ്യുന്ന എന്താ പറഞ്ഞത്? ജനങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാത്തവരോടാണ് പറഞ്ഞത്. നിങ്ങൾ തൗബ ചെയ്യാത്തവർക്ക് ഈ ശാപം നിലനിൽക്കുന്നു. നിലപാട് മാറ്റമാണ്. ഇതുവരെ ഖുർആൻ ആർക്ക് എത്തിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ ഖുർആന്റെ സന്ദേശത്തെ നമുക്ക് എത്തിച്ചു കൊടുത്തില്ല. ആ എത്തിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് മനസ്സുരുക്കി തൗബ ചെയ്യണം. തൗബ ചെയ്യാത്ത തൗബ എന്താണെന്ന് വിശുദ്ധ മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട്. തെറ്റുകൾ ഇങ്ങനെ മുഴുകല്ല, തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചു വന്ന് എന്നിട്ട് അതിൽ നിലപാടെടുക്കണം. എന്നിട്ട് എന്നിട്ട് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് പ്രതീക്ഷ ഉണ്ട്. ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ ലേഖനത്തുണ്ട്. ഈ ലേഖനത്തായിട്ട് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭരണം വരുമ്പോൾ ആശങ്ക വരുന്നുണ്ട്. നമ്മൾക്ക് ഓരോ പ്രതിസന്ധി, അള്ളാഹു ഓരോ രീതിയിലുള്ള പരീക്ഷകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രകൃതിപരമായിട്ട് അത് ചൂട് കൂടിയിട്ട്, അല്ലെങ്കിൽ മഴ കൂടിയിട്ട്, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആശങ്കൾ, യുദ്ധമായിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? നമുക്ക് അള്ളാഹുവിന്റെ ശാപമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളിൽ എന്താണ് ബാധ്യത ഏൽപ്പിച്ചത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇല്ലെങ്കിൽ ക്ഷമിച്ചുകൊണ്ടേ ശാപമേറ്റുകൊണ്ട് അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഏറ്റവും വലിയ പാപ്പറായി മാറും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒത്തുവേ സൂചിച്ചു വരുന്നത്, ഈ കർമ്മം നമ്മുടെ ഒരു ബാധ്യതയാണ്. ഈ സത്യസന്ദേശം നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവർക്ക് വലിയ ആശ്വാസമാണ്. ഇത് കേട്ടിരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ എത്രത്തോളം തയ്യാറായി എന്നുള്ളത്. ഇനി നമ്മൾ തയ്യാറായി നമ്മളൊന്നാകെ പഠിച്ചു പറയണ്ട. പഠിച്ച ഒരാളെ കൂടെ എൻ്റെ അയൽവാസി അല്ലെ ഞാൻ അറിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇതിന്റെ സന്ദേശം കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ മാന്യമായി ഒന്ന് അവരെ കുറിച്ച് കൂട്ടിക്കൊണ്ടുപോയാലും അയാളുടെ വിരൽ ചൂണ്ടലിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഹിദായത്തിൽ നിന്ന് മെല്ലെ മെല്ലെ തെറ്റിക്കപ്പെടും. നമ്മുടെ കുടുംബം മെല്ലെ മെല്ലെ അകറ്റപ്പെടും. നമ്മുടെ സമൂഹം തന്നെ അകറ്റപ്പെടും. ആ രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. ശിർക്കിൽ കുറെ വാക്കുകൾ, കുറെ ലിബറലിസം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്തേ കാരണം ഉണ്ടായത്?
പണി നമ്മൾ നിർത്തിയപ്പോൾ നമ്മളേക്ക് കുറെ ദുരിതങ്ങൾ വരികയാണ്. എന്നിട്ടോ ഇത് ഏറ്റെടുക്കുന്നതോ ഈ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മലയാളക്കരയിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നത് ആരായിരിക്കും? ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് ഏതോ ഒരു സുപ്രഭാതത്തിൽ ആരിലോ നിന്ന് ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കി അങ്ങനെ ഖുർആൻ മനസ്സിലാക്കി അവരാണ് ഇന്ന് കൂടുതൽ. നമ്മളത് ഒന്ന് പറയുക, സയ്യിദ് ഇബ്നു ജോർജ് ഇല്ലേ, നമ്മൾ സോഷ്യൽ ഏറ്റവും കാണുന്നവരാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഇല്ലേ, അദ്ദേഹം ശിർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. GK ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന GK ഇടത്തനാട്ടുകാരൻ പ്രബോധന പ്രവർത്തനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുഹമ്മദ് ഈസ എന്നുള്ള ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനിറ്റിയുടെ 19-ാം വയസ്സിൽ ബൈബിളിന്റെ പ്രചരണത്തിന് വേണ്ടി പെരുമ്പാവൂരിലുള്ള മുസ്ലിം പള്ളിയിലേക്ക് പോയതാണ്. ജ്യേഷ്ഠനും അനിയനും കൂടെ ശനിയാഴ്ച ദിവസം നോമ്പെടുത്ത് ബൈബിൾ വായിച്ച് ഈ ക്രിസ്ത്യൻ മിഷനറിക്ക് വേണ്ടി പോയപ്പോൾ പള്ളിയിൽ നിന്ന് ഒരാൾ തിരിച്ചു ചോദിച്ചു, ബൈബിളിൽ എവിടെയെങ്കിലും യേശു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം അവരുടെ മാറിയെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും വലിയ രീതിയിൽ മുഹമ്മദ് ഈസ ഇസ്ലാമിക പ്രബോധകനായി എങ്കിൽ ഇത് അള്ളാഹ് നൽകുന്ന ഒരു പദവികളാണ്. എന്തേ കാരണം അവരധികം പഠിച്ചില്ല. നമ്മളാണെങ്കിൽ പഠിപ്പിക്കുന്നവരാണ്, നമ്മൾ ആ രീതിയിൽ കഴിയുന്നവരാണ്. പക്ഷേ അവരാണ് ഇന്ന് ഈ കേരളക്കരയിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്നുവെങ്കിൽ അത് അള്ളാഹു അവർ ആ പണി ചെയ്തപ്പോൾ അവരെ തെരഞ്ഞെടുത്തു. നമ്മളിത് ചെയ്യാത്തതുകൊണ്ട് നമ്മളെ മെല്ലെ മെല്ലെ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് യൂറോപ്യൻ ബുദ്ധിജീവിയായ വില്യം ഫ്രാങ്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഈ വിഷയം. നമുക്കറിയാം, പനമര സമ്മേളനത്തിൽ വന്നിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ജമാൽ ബദവി. നമുക്കൊക്കെ അറിയാം, ലോക പണ്ഡിതനായിരുന്നു. പെട്ടെന്നായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആഫ്രിക്കൻ ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ അനുഭവം ഈ വില്യം ഫ്രാങ്ക് ബുക്കിൽ എഴുതുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? അവിടെ അദ്ദേഹം ഓസ്ട്രേലിയ സന്ദർശിച്ച സമയത്ത് അവിടെയുള്ള വലിയ കെട്ടിടങ്ങൾക്കൊക്കെ പള്ളിയുടെ ഷേപ്പ് കണ്ടു. അദ്ദേഹം അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? 3 തലമുറ മുമ്പ് ആഫ്രിക്കൻ മുസ്ലിങ്ങൾ ഇവിടെ വന്നിരുന്നു. അവർ കൃത്യമായി മതബോധവും ആ രീതിയിൽ ദഅവാ ചിന്തകളുമുള്ള ആളുകളായിരുന്നു. അങ്ങനെ ആ കാലം കഴിഞ്ഞു. 2ാം തലമുറയിൽ കുറേയൊക്കെ അതായിരുന്നു. 3ാം തലമുറ ഭൗതിക ജീവിതത്തിലെ പ്രമത്തതയിൽപ്പെട്ട് ദുനിയാവിന്റെ പിന്നാലെ ഓടുകയും അവസാന സർക്കാർ പൊതു ഓഡിറ്റോറിയങ്ങൾ കല്യാണ മണ്ഡപങ്ങളുമാക്കി മാറ്റി എന്നുള്ള ചരിത്രം വന്നിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ നമ്മുടെ നാടുകളും നമ്മുടെ വീടുകളിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ പിടിച്ചോട്ട് കിട്ടുന്നില്ല. നമ്മുടെ പള്ളികളിലൊന്നും ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്തിന് കിട്ടിയ പുതിയ തലമുറ ഇല്ല എന്നൊക്കെ പറയുന്നുവെങ്കിൽ ആ പറയുന്നതിന് മുമ്പിൽ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു സമൂഹങ്ങളെ അള്ളാഹു നമുക്ക് മേലെ അധികാരം നൽകി നമ്മൾ നിന്ദ്യരാക്കുന്ന രീതിയും കണ്ടുവരുന്നു. അതുകൊണ്ട് കൂടുതലായൊന്നും പറയുന്നില്ല. നമ്മൾ ഈ രംഗത്ത് ഒരു പുനരാലോചന നമുക്ക് വേണ്ടതുണ്ട്. ഞാൻ അല്ലെങ്കിൽ അവരുണ്ടായിരുന്നോ ഇവരുണ്ടായിരുന്നോ എന്നല്ല, എന്റെ ഖബറിലേക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സഹോദരന് ഖുർആനിന്റെ ഒരു പരിഭാഷ എത്തിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു നന്മ അദ്ദേഹത്തോട് കൽപ്പിച്ചു കൊടുത്താൽ, ഉപദേശിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവുമെങ്കിൽ അത് അദ്ദേഹത്തിന് പ്രതിഫലമാവുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒന്ന് എന്റെ ഖബറിലേക്കും എന്റെ പരലോകത്തേക്കും കിട്ടുമെന്നുള്ള ഒരു ബോധ്യം എന്തേ നമ്മളെ ഇതിലേക്ക് നമ്മെ അടുപ്പിക്കാതെ? എന്തേ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരാത്തത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണല്ലോ പറഞ്ഞത്, നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ നീ ദുനിയാവും അതിലപ്പുറവും കിട്ടുന്നതിനേക്കാളും നിനക്കതാണ് ഉത്തമമെന്നാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദഅവത്ത് എന്നുള്ള രീതിയിൽ ഷഹാദത്തിന്റെ പ്രവർത്തനം കർമ്മപദത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ അമാനത നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമ്മൾ തിരിച്ചറിയുകയും അത് നീക്കാനുള്ള ഈ രീതിയിലുള്ള കൂട്ടായ്മകളുമായി കൂടുമ്പോൾ വലിയ സന്തോഷമാണ്. ഇത് പറയാൻ പോകുന്നത് എന്താണ്? വലിയ ആശങ്കകൾ നമ്മെ ഉപദേശിക്കും. അതിങ്ങനെയല്ലേ, നാടിങ്ങനെയല്ലേ ഇതൊക്കെ. പക്ഷേ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ വരുന്നത്, ഖുർആനിലെ ചരിത്രം മുഴുവൻ പറയുന്നതും കൃത്യമാണ്. ശൂന്യതയിൽ നിന്നാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതൊക്കെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം കിട്ടുകയുള്ളൂ. അവിടെയാണ് തവക്കലിന്റെ പ്രസക്തി. അവിടെയാണ് ഫിറഔന്റെ ആരാണ് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കഴിഞ്ഞവും വരാനിരിക്കുന്നതുമായ അധികാരികളിൽ ഏറ്റവും പ്രബലനായ ഫിറഔന്റെ മുന്നിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ അയക്കുന്നത്. അതിന് മറ്റൊരു ചരിത്രം അള്ളാഹുവിന്റെ ഖുദ്റത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ മൂസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു അന്ന് ആ നാട്ടിലുള്ള വളർന്നു വരുന്ന ആൺകുട്ടികളൊക്കെ കൊന്നിരുന്നത്. പക്ഷേ ഈ ഫിറഔൻ ധിക്കാരിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് തന്നെ ആ ധിക്കാരിയെ തകർത്ത സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നത്. ഇവിടെയാണ്
ഈ ഫിറഔന്റെ അടുക്കൽ പോലും ഈ ദൗത്യം നിർവഹിക്കണമെന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നത്. നമുക്കറിയാം ഫിറഔൻ വിശ്വസിക്കില്ല എന്ന് അല്ലാഹുവിന് തന്നെ അറിയാം. പക്ഷേ ദൗത്യം നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവിടെ പോകുമ്പോൾ നീ പോ, അവൻ അതിന് ഒരു പക്ഷേ എന്നാണ് പറഞ്ഞത്, അവൻ സ്വീകരിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അവിടെ കൊടുത്തതാണ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി എന്നുള്ള പ്രാർത്ഥന പോലും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല വിധമായ വാക്ക് പറയാവൂ, എങ്ങനെ പറയണമെന്ന് പോലും പറഞ്ഞ ഒരു പ്രവർത്തനം, ഒരു കർമ്മം എത്രത്തോളം നമുക്ക് അത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും വിടേണ്ടതില്ല എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എങ്കിലേ നമ്മുടെ ഹിദായത്ത് നിലനിൽക്കുന്നു. ഈ ഹിദായത്ത് മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വാങ്ങുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്, അല്ലേ? എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത് മുസ്ലിം സമുദായമാണ്. ക്രിസ്മസ് വന്നാൽ ഏറ്റവും കൂടുതൽ ആഘോഷത്തിന് ഓടി നടക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരികളുമാണ്. ഓണം വന്നാൽ അതിന്റെ നടത്തിപ്പുകാരായി മാറുന്നത് ഇന്ന് നമ്മളാണ്. എന്തേ കാരണം? ഇത് കൊടുക്കേണ്ടത് കൊടുത്തില്ല, അപ്പൊ മറ്റുള്ളവർക്ക് വാങ്ങും. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൃത്യമാണ് ഈ സത്യം ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് അല്ലാഹു ഇതൊക്കെ പറഞ്ഞത്. ഏത് മനുഷ്യനും പറയാൻ പറ്റുന്ന രീതിയിലാണ്. മനുഷ്യരെയൊക്കെ ഒന്നായി കാണുന്ന വചനാണ് വിശുദ്ധമാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളൊക്കെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു, നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കി തിരിച്ചറിയാനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ സൂക്ഷ്മതയനുസരിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വിശാലമായ ഒരു മനസ്സാണ് മനുഷ്യരെ കുറിച്ച് അള്ളാഹു നമുക്ക് തരുന്നത്. എന്നിട്ട് എങ്ങനെ പറയണമെന്നൊക്കെ ഖുർആനിൽ തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്നുകൂടി ഈ രംഗത്ത് നമ്മുടെ ശ്രദ്ധയും ആലോചന ഉണ്ടാവണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ ദഅവാ സംരംഭത്തിൽ എന്താണ് നമ്മുടെ അറിവിലുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ ഒന്ന് നേരിട്ട് പോയി കാണാനുള്ള സാഹചര്യം, ഈ പോകുന്ന റൂട്ടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാനുള്ള സഹായം എന്നുള്ള രീതിയിൽ തുടങ്ങുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിൽ കിതാബി സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തുഖാ വഅഖിദനാ മിനൽ അസ്സലാമു അലൈക്കും.